എന്റെ ദൈവം വലിയവൻ. എന്റെ അരികിൽ വന്ന് എന്നെ ധൈര്യപ്പെടുത്തും എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ. എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ. എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. ശോധനയേറിയാലും ജീവിതം തകർന്നെന്നു തോന്നിയാലും, ശോധനയേറിയാലും ജീവിതം തകർന്നെന്നു തോന്നിയാലും, എന്റെ ജീവിതത്തിൽ ഇന്നും ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കും എന്റെ ദൈവം. എന്റെ ജീവിതത്തിൽ ഇന്നും ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കും എന്റെ ദൈവം. ദൈവം വലിയവൻ. എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ. എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ. എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ. എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-32 വാക്യം നമുക്ക് വായിക്കാം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? വിശ്വാസം ഇന്നെൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഒരു വിശ്വാസം തന്നിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭാഗ്യം തന്നിരിക്കുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവമക്കളെ, അങ്ങനെ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് വന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ? ജ്യേഷ്ഠനും അനിയനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അബ്രഹാമും ലോത്തും തമ്മിൽ വഴക്ക്. അബ്രഹാം പറഞ്ഞു, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. വഴക്ക് വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ നെറ്റിയിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇത് പറയാനുള്ളതായ സമർപ്പണം നിങ്ങൾ എടുത്താൽ മതി. അതാണ് ദൈവം നമുക്ക് അനുകൂലം എന്ന് പറയുന്നത്. സഹോദരന്മാർ തമ്മിൽ ഭിന്നിക്കേണ്ട കാര്യമില്ല, വസ്തുതർക്കത്തിൻ്റെ കാര്യമില്ല, ഒരു തർക്കത്തിൻ്റെയും കാര്യമില്ല. നീ വലത്തോട്ടെങ്കിൽ നാ ഇടത്തോട്ടെന്ന് പറയാനുള്ളതായ ആത്മാവിൻ്റെ തീരുമാനം ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അബ്രഹാമിൻ്റെ അനുഗ്രഹം. അബ്രഹാം സോദോരാജാവിനോട് പറഞ്ഞു, എനിക്കൊരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ വാറ് പോലും എനിക്ക് വേണ്ട, എനിക്ക് ദൈവം തരുന്നത് മതിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വേണ്ടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഹൃദയത്തിൽ നിങ്ങൾ പറയാവോ, എന്നെ ആരും സമ്പന്നനാക്കണ്ട, എനിക്ക് സമ്പത്തല്ല വേണ്ടത്, എനിക്ക് ദൈവം തരുന്നത് മതി.
അന്യായമായത് എനിക്കൊന്നും വേണ്ട, അനീതിയായതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ദൈവം തരുന്നത് മതി എന്ന് പറയാനുള്ളതായ ഒരു തീരുമാനം നിങ്ങൾ കൊണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറ, അതാണ് അബ്രാഹാമിൻ്റെ അനുഗ്രഹം. എന്നെ ആരും സമ്പന്നനാക്കണ്ട. ഈ ഭൂമിയിലെ മനുഷ്യർ അന്യായമായി തന്നുള്ള സമ്പത്തൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ ദൈവം തരുന്നത് മതി. ഹല്ലേലൂയ. എൻ്റെ ദൈവം തരുന്നത് മതി എനിക്ക്. എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. വേറെ ആരും എനിക്കൊന്നും തരാൻ പോകണ്ട. എന്നെ പണം തന്നോ, എനിക്ക് ഉപകാരം ചെയ്തോ, എനിക്ക് മനുഷ്യ സഹായമല്ല വേണ്ടത്. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ടത്. എനിക്ക് എൻ്റെ ദൈവം തരുന്നത് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ജീവനുള്ള ദൈവമാണ് നിങ്ങളെ കൊണ്ട് ഈ സമർപ്പണമെല്ലാം വിടിപ്പിക്കുന്നത്. ദൈവം തരുന്നത് മതി മക്കളെ, മതി. ദൈവം തരുന്ന പണം മതി, ദൈവം തരുന്ന വിദ്യാഭ്യാസം മതി, ദൈവം തന്ന കുടുംബം മതി, ദൈവം തന്ന കുഞ്ഞുങ്ങൾ മതി, ദൈവം തന്ന വീട് മതി, ദൈവം തന്ന ജോലി മതി, ദൈവം തന്ന ആരോഗ്യം മതി. എല്ലാ ദൈവം തന്നത് മതി. പ്രിയപ്പെട്ടവരെ, അമർത്തി കുലുക്കി ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി തരാൻ കഴിയുന്നവൻ്റെ മുമ്പിലാണ് നീ ഞാനും വന്നിരിക്കുന്നത്. അവൻ തരുന്നത് മതി എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും കുറഞ്ഞു പോകത്തില്ല. അവൻ തരുന്നത് മതി എന്ന് നിന്റെ ഹൃദയം സമർപ്പിച്ചാൽ നിനക്കൊരു കുറവ് വരികയില്ല, നിനക്ക് നിറവ് മാത്രമേ വരികയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. അങ്ങനെ ജീവനുള്ള ദൈവത്തെ, കർത്താവായ യേശുവിനെ റോമൻ സർക്കാരിൻ്റെ കുറച്ച് കളഞ്ഞു. അതേ റോമൻ ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല. റോമൻ സർക്കാർ കുറ്റം വിധിച്ചവനെ ദൈവം എന്ന് വിളിച്ചപ്പോൾ അവരെ സർക്കാരിന് സമ്മതിച്ചില്ല. അങ്ങനെ യഹൂദ സഭ, അങ്ങനെ ക്രൈസ്തവൻ ഒരു കടുകുമണി പോലെ ക്രൈസ്തവ സഭയുണ്ടായി. ഒരു കടുകുമണി പോലെ, ലോകത്തിലൊരു കടുകുമണി പോലെ ആരംഭിച്ച ക്രൈസ്തവ സഭയുടെ അംഗങ്ങളാണ് ഇന്ന് ചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യകാലത്ത് ക്രൈസ്തവനെ എണ്ണയിൽ മുക്കിയ തുണി കൊണ്ട് ചുറ്റി റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലെ കത്തിച്ചു. അന്ന് തളരാതിരുന്ന അവരുടെ വിശ്വാസം, അന്ന് തളർന്നു പോകാതിരുന്ന ആ പിതാക്കന്മാരുടെ വിശ്വാസം, ആ പിതാക്കന്മാരുടെ പാരമ്പര്യം, ആ സമർപ്പണം, അതാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, എണ്ണയൊഴിച്ച് കത്തിച്ചപ്പോഴും തളർന്നു പോകാത്തതായ കർത്താവായ യേശുവിനെ ഞാൻ വിടുകയില്ല, അവൻ്റെ വിശ്വാസം ഞാൻ പോകുകയില്ല എന്നുള്ളതായ ആ സമർപ്പണത്തിൽ ഊന്നിയാണ്, ആ സമർപ്പണമാണ് എൻ്റെ നിങ്ങളുടെ രക്തത്തിൽ കലർന്നിരിക്കുന്നത്. ആ രക്തമാണ് സഹോദര നിൻ്റെയും എൻ്റെയും ശരീരത്തിലുള്ളത്. കർത്താവാണ് നമ്മുടെ ബലം, അവനാണ് നമ്മുടെ ബലം, അവനാണ് നമ്മുടെ ശരണം, അവനാണ് എൻ്റെ ബലം. ക്രിസ്തുവാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ സങ്കേതം, അവനാണ് എൻ്റെ ബലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നല്ലവനായ യേശുവിൻ്റെ പുറകെ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ നല്ലവനായ യേശുവിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിളിക്കുന്നവനെല്ലാം, വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം. ഞാൻ തിരിയും വാക്യത്തിലേക്ക് പോകുന്നില്ല. ദൈവമക്കളെ, ഇന്ന് നമുക്കൊരു പേരുണ്ട്, ദൈവമക്കളെന്നുള്ള പേര് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകാൻ വിളിച്ചിരിക്കുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകാൻ വിളിച്ചിരിക്കുന്നു. സഹോദര, നിനക്ക് മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടോ? ലോകത്തിൻ്റെ വെളിച്ചമാകാൻ, നിൻ്റെ കുടുംബത്തിൻ്റെ വെളിച്ചമാകാൻ, ഒരു വിശുദ്ധനാകാൻ, ഒരു വിശുദ്ധ ജനമാകാൻ, ഒരു വിശുദ്ധ സന്തതിയാകാൻ. പാപം വേണ്ട എന്ന് വെച്ചുകൊണ്ട്, പാപം എനിക്ക് വേണ്ട, വിളച്ചത് എനിക്ക് വേണ്ട, മദ്യം എനിക്ക് വേണ്ട, അശുദ്ധി എനിക്ക് വേണ്ട, പിണക്കം എനിക്ക് വേണ്ട, വൈരാഗ്യം എനിക്ക് വേണ്ട, എനിക്ക് ദൈവം തരുന്നത് മതി, എനിക്കൊരു വിശുദ്ധനായ മതി എന്ന് പറയാനുള്ളതായ ഒരു ആർജവത്വം, ഒരു സ്നേഹം നിൻ്റെ ഉള്ളിലുണ്ടോ? ജീവനുള്ള ദൈവം അന്നത്തെ സഭയെ പഠിപ്പിച്ചു, നിങ്ങളാണ് സ്നേഹത്തിൻ്റെ സാക്ഷികളെന്ന്, സ്നേഹത്തിൻ്റെ സാക്ഷികളെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാത്രമല്ല കർത്താവായ യേശു കുരിശിൽ മരിച്ചു ഉയർത്തി നിൽക്കുന്ന നാൾ വരെ മരിച്ചവരെ കുഴിച്ചിടാൻ മാത്രമേ അന്നത്തെ സഭ പഠിപ്പിച്ചിട്ടുള്ളൂ, അന്നത്തെ മതങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ, കുഴിച്ചിടാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ ക്രിസ്തു കാൽവരിയിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെയും നിങ്ങളുടെയും അപ്പന്മാരെയും അമ്മമാരെയും പ്രിയപ്പെട്ടവരെയെല്ലാം നാം ഇന്ന് കുഴിച്ചിടുമ്പോൾ നാം ഇന്ന് ചേർന്ന് പാടും, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസര് നിൻ ജീവസ്വരമതുണർത്തണമേ, കബറിന്നു സവിധം വീട്ടവതരണം ചെയ്ത കന്യകതം ഉദരേ വാണോനേ ആദാം
പ്രതിവർത്തൻ അടിമയിൽ ഏറ്റിടുവാൻ മെയ്യേ ദിവ്യവീരാസ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നമ്മുടെ ഭരിച്ചവരെ എത്ര പ്രത്യാശയോടെ അടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ നാം എത്ര ധൈര്യത്തോടെ എത്ര പ്രത്യാശയോടെ അവർ അടക്കുന്നു. കാരണം എന്താണ്? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശാപത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ വേണ്ടി ക്രൂപയ ശ്രാപ്പികളുടെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ ഒരു ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ആ ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവത്തിലെ ആ ദൈവം നിനക്ക് അനുകൂലമാണ്. ആ ദൈവം നിന്റെ അരികത്തുണ്ട്. ആ ദൈവം നിന്റെ ചാരത്തുണ്ട്. അവൻ്റെ രക്തം നിന്നെ കഴുകുവാനുണ്ട്. അവൻ്റെ രക്തത്തിൻ്റെ വചനമാണ് നീ കേൾക്കുന്നത്. ഈ വചനം നിങ്ങളുടെ മാമോദീസായിലെ സമർപ്പണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ശക്തിയുള്ള വചനമാണ്. എന്താണ് മാമോദീസായിലെടുത്ത സമർപ്പണം? മാമോദീസായിൽ നാം എടുത്ത സമർപ്പണം എന്താണ് പ്രിയപ്പെട്ടവരെ? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? സാത്താനെ ഉപേക്ഷിക്കുവാനും മിശിഹായെ സ്വീകരിക്കുവാനും സാത്താൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുവാനും വേണ്ടാധീനങ്ങളെ ഉപേക്ഷിക്കുവാനും മദ്യപാനത്തെ ഉപേക്ഷിക്കുവാനും കൊള്ളരുതായ്മയെ ഉപേക്ഷിക്കുവാനും വഴക്കും വക്കാണും ഉപേക്ഷിക്കുവാനും മിശിഹായെ സ്നേഹിക്കുവാനും സമർപ്പണമെടുത്തവരല്ലേ ക്രൈസ്തവരായി ഞാനും നിങ്ങളും? സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അവിടെയാണ് നമ്മുടെ പരാജയം. സാത്താൻ നമ്മളെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവമക്കളെ, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുള്ളതായ വചനത്തിന് മുമ്പിലാണ് വന്നിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൻ്റെയും അവൻ്റെ രക്തത്തിൻ്റെയും ശക്തിയുള്ളതായ ഈ വചനത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ഈ വചനത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ഈ വചനത്തിന് എൻ്റെ ബന്ധനം അഴിക്കാൻ കഴിയും, നിങ്ങളുടെ ബന്ധനം അഴിക്കാൻ കഴിയും, നിങ്ങളുടെ ശാപം മാറ്റാൻ കഴിയും, നിങ്ങളുടെ രോഗം മാറ്റാൻ കഴിയും, നിങ്ങളുടെ കാഴിക്കുന്ന കുഴിയിൽ നിന്ന് നിങ്ങളെ ഉയർത്തിയെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ മദ്യപാനത്തിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കാൻ ഈ വചനത്തിന് കഴിയും. നിങ്ങൾ തീരുമാനമെടുക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം ആദ്യം കേൾക്കുമ്പോൾ അത് സ്വീകാര്യമല്ല എന്ന് തോന്നും. ദൈവത്തിൻ്റെ വചനം പിന്നെ കേൾക്കുമ്പോൾ അത് കുത്തുകൊള്ളുന്നത് പോലെ തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പിന്നെയും കേൾക്കുമ്പോൾ അതെൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമെന്ന് തോന്നും. ദൈവത്തിൻ്റെ വചനം പിന്നെയും കേൾക്കുമ്പോഴാണ് ഞാൻ ദൈവത്തോട് സമർപ്പണം പറയാൻ തുടങ്ങുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സമർപ്പണത്തിലേക്ക് വരണം, തീരുമാനത്തിലേക്ക് വരണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ ആത്മാവുള്ള വചന ശുശ്രൂഷകളാണ് ഈ മഹാഭാവിയായ എന്നെ എൻ്റെ പാപച്ചേറ്റിൽ നിന്ന് കയറ്റിയെടുത്തത്. ഈ വചനത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനമാണ് എന്നെ ഉയർത്തിയെടുത്തത്. ഈ ശക്തിയുള്ള വചനമാണ് പിന്നെയും പിന്നെയും പല പാപത്തിലേക്ക് പോകാതെ എന്നെ സഹായിച്ചത്. ഈ വചനമാണ് എന്നെ നിരാശക്കുഴിയിൽ നിന്ന് എന്നെ പൊക്കിയെടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വചനത്തിന് മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി കാണിക്കാൻ പോവുകയാണ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ ഭയപ്പെടുന്ന പോലെയല്ല. മതം മാറാൻ പോകുകയല്ല, സഭ മാറാൻ പോകുകയല്ല, ആരും ഒരു സംഘടനയിലും ചേരണ്ട. ദൈവമക്കളെ, നിങ്ങൾ അവിടെ കോലഞ്ചേരിയിൽ വചനം കേൾക്കാൻ വരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ വരണമെങ്കിൽ അവിടെ വരൂ. അവിടെ വന്നാൽ നിങ്ങൾക്ക് വചനം കേൾക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലിരുന്ന്, നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന്, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നിങ്ങളുടെ ഹൃദയത്തെ പകർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകൂ. നിങ്ങളുടെ ബന്ധനം അഴിഞ്ഞു കിട്ടണമെന്നും നിങ്ങളുടെ ശാപം മാറിക്കിട്ടണമെന്നും നിങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം പ്രിയപ്പെട്ടവരെ. കുടുംബം നമുക്കെല്ലാം ഉണ്ട്. ഒരു കുടുംബം ജീവിക്കാൻ കൊള്ളാവുന്നതാകണമെങ്കിൽ, അത് ജീവിക്കാൻ കൊള്ളാവുന്ന കുടുംബമാകണമെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ദുഷ്ടനെ മാറ്റുവാനും പിശാചിനെ മാറ്റുവാനും മദ്യം മാറ്റുവാനും അതുപോലെയുള്ള കോലാഹലം മാറ്റുവാനും പ്രാർത്ഥിക്കുന്നതായ ആരെങ്കിലും വേണം. ഒരാളെങ്കിലും വേണം ആ വീട്ടിൽ നിന്ന്. സഖായിയുടെ വീട്ടിലേക്ക് ചെന്ന യേശു പറഞ്ഞു, സഖായിയെ നോക്കിക്കണ്ട് പറഞ്ഞു, ഇവൻ അബ്രഹാമിൻ്റെ മകനാണ്, അതുകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരാളെങ്കിലും വേണം. ആ ഭവനത്തിന് രക്ഷയുണ്ടാകാൻ ഒരാളെങ്കിലും വേണം.
നിങ്ങളുടെ ഭവനങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ, നിങ്ങളുടെ ഭവനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ, നിങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷമുണ്ടാകാൻ ഒരാളെങ്കിലും വേണം പ്രിയപ്പെട്ടവരെ. ഒരു ഭർത്താവെങ്കിലും വേണം, ഒരു ഭാര്യയെങ്കിലും വേണം, ഒരാളെങ്കിലും വേണം. എങ്കിൽ മാത്രമേ കർത്താവിന് നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി ഇനി ഒരാളെങ്കിലും നിൽക്കുവോ, അതാണ് ദൈവം നോക്കുന്നത്. ഒരാളെങ്കിലും അതിന് നിൽക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളുടെ അവസ്ഥ മാറും, നിങ്ങളുടെ കുടുംബങ്ങളുടെ അവസ്ഥ മാറും, നിങ്ങളുടെ കുടുംബങ്ങളുടെ അവസ്ഥ മാറും. 37 സങ്കീർത്തനം 3-4 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം ഇത്രയും വിശാലമാണോ? നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ ഒരുവനിവിടെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരാൻ ഒരാളിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നീ ദേശത്തെ പാർത്ത് വിശ്വസ്തനായി ജീവിക്കുക. അവൻ നിനക്ക് അനുകൂലമാണ്. ദൈവവേദലേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, അവൻ നിനക്ക് അനുകൂലമാണ്. നീ അറിഞ്ഞുകൊള്ളുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. 4-ാമത്തെ വാക്യം, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. സഹോദര, നിന്റെ കുടുംബകാര്യം നീ ദൈവത്തെ ഏൽപ്പിക്കേ. നിന്റെ വീട്ടുകാരൻ നീ ദൈവത്തെ ഏൽപ്പിക്കേ. നിന്റെ ആവശ്യങ്ങൾ നീ ദൈവത്തെ ഏൽപ്പിക്കേ. അവനത് നിർവഹിച്ചു തരും. 26-ാമത്തെ വാക്യം വായിച്ചാൽ മതി. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കുമെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ പേരിലുള്ള വാഗ്ദത്തങ്ങളാണ്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, രാജാവായ ദാവീദ് പറയുന്നു, മകനെ നിന്റെ ഹൃദയം യേശുവിന് കൊടുത്താൽ, മകളെ നിന്റെ ഹൃദയം യേശുവിന് കൊടുത്താൽ, സഹോദരാ നിന്റെ കുടുംബം യേശുവിന് കൊടുത്താൽ, നിന്റെ ഭാവി യേശുവിനെ ഏൽപ്പിച്ചാൽ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിനക്കുള്ളതാണ്. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം? നീ കൃപതോ നീ വായ്പ കൊടുക്കുന്നവനാകും. നിന്റെ സന്തതി ആഹാരം ഇറക്കുവാൻ ദൈവം ഇടവരുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ആർക്കെല്ലാം തീരുമാനം ഏറ്റുവാങ്ങാൻ ആഗ്രഹമുണ്ട്? കർത്താവേ, ഈ സമർപ്പണമാണ് എനിക്ക് വേണ്ടത്, ഈ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. എൻ്റെ സന്തതി ആഹാരം ഇറക്കാൻ ഇടവരരുത്. എൻ്റെ സന്തതി ആഹാരത്തിന് വേണ്ടി നടക്കാൻ അലയുന്നത് കാണാൻ എനിക്ക് ഇടവരരുത്. അനുഗ്രഹം ആർക്ക് വേണം? പ്രിയപ്പെട്ടവരെ, 112-ാം സങ്കീർത്തനം ആദ്യത്തെ 4 വാക്യം വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സമർപ്പണം എടുത്താൽ നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരോടെ നീ ജീവിച്ചാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നിന്റെ വീട്ടിൽ എന്തുണ്ടാകും? ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവർ ജീവനുള്ള ദൈവത്തെ പിൻപറ്റിയാലുള്ള കാര്യമാണ് ദാവീദ് പറയുന്നത്. ഇതൊന്നും ഊഹാപോഹങ്ങളല്ല പ്രിയപ്പെട്ടവരെ. ഇതൊന്നും വെറുതെ വൃതാവാക്ക് പറയുന്നതല്ല. എൻ്റെ അനുഭവമാണ്, എൻ്റെ കൂടെയുള്ള അനേകരുടെ അനുഭവമാണ്. ഒരു കാശിനും ഗതിയില്ലാതെ, കാക്കാശിനും ഗതിയില്ലാതെ, ജീവിതത്തിന് മാർഗമില്ലാതെ, പരീക്ഷയിൽ തോറ്റാൽ ജയിക്കാൻ അറിയാൻ മേലാതെ, ദാരിദ്ര്യത്തിൽ വലഞ്ഞ്, മാറാരോഗത്തിൽ വളർന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ചിലരെ ഞാൻ കാണുന്നുണ്ട്. ക്യാൻസറിൽ അതുപോലെ വലഞ്ഞിരുന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കീമോതെറാപ്പി ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ 24 മണിക്കൂർ വേണമായിരുന്നു ആ സഹോദരിക്ക്. എന്നാൽ ഇന്ന് ആ സഹോദരി ആരോഗ്യത്തോടെ ഇവിടെ വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. കാരണം ആരോഗ്യം കൊടുക്കുന്ന ദൈവമുണ്ട്, സൗഖ്യം കൊടുക്കുന്ന ദൈവമുണ്ട്, വീണ്ടെടുപ്പ് അയക്കുന്ന ദൈവമുണ്ട്. നിന്റെ സന്തതി ആഹാരമിറക്കാൻ ഇടവരുത്തുകയില്ല. അടുത്ത വാക്യം എന്താണ്? നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും. പ്രിയ ദൈവത്തിലെ, ഇന്ന് നീ ഒരു സംരംഭം എടുത്തിട്ട് പോയാൽ, ഒരു തീരുമാനമെടുത്തിട്ട് പോയാൽ, ഇരുട്ട് എന്ന് നീ പറയുമ്പോൾ ഒരു വെളിച്ചം വരുന്നത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായി നീ ചിന്തിക്കാതെ ഒരു വെളിച്ചം നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം കർത്താവായ യേശുവിൻ്റെ വചനമാണ് നാം കേൾക്കുന്നത്. അവൻ്റെ വചനത്തിന് മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. നിങ്ങൾ ജീവിതം കൈമാറുവോ? അതാണ് വിഷയം. ജീവിതം കൈമാറുവോ? അതാണ് വിഷയം. മനുഷ്യനിന്ന് സമയമില്ല, മനുഷ്യന് നേരമില്ല, മനുഷ്യൻ ഓടുകയാണ്. യെരമ്യാ പ്രവാചകൻ പറയും, മനുഷ്യൻ പരക്കം പായുന്നത് കണ്ടിട്ട് പ്രവാചകനായ യെരമ്യാ പറയും, എൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ യെരമ്യാ പറയും, നമ്മളെ നോക്കിക്കൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്. എന്താണ് പറയുന്നത്? ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, അവർ നേരെ സംസാരിച്ചില്ല. മനുഷ്യൻ നേര് പറയുന്നില്ല.
അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയെന്ന് പറഞ്ഞ് ആരും തന്നെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്നെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് തിരിയുന്നു. കുതിര പടയ്ക്ക് പായുന്നത് പോലെ മനുഷ്യൻ താന്താന്റെ വഴിക്ക് തിരിയുന്ന കാലം. 7-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. പ്രിയപ്പെട്ടവരെ, യഹോവയുടെ മന്ദിരം, പള്ളി 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 എന്ന് പറഞ്ഞ് വ്യാജമായ വിശ്വാസത്തിലല്ല നടക്കേണ്ടത്. വ്യാജമായ വിശ്വാസമല്ല നിനക്ക് വേണ്ടത്. നിനക്ക് വേണ്ടത് കാതലായ ദൈവവിശ്വാസമാണ് വേണ്ടത്. ഒരു ദേവാലയ ഭക്തി മാത്രമല്ല നിനക്ക് വേണ്ടത്, നിനക്ക് ദൈവഭക്തിയാണ് വേണ്ടത്. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ളതായ വ്യാജവാക്കുകളുമായിട്ടല്ല നീ നടക്കേണ്ടത്. അടുത്ത വാക്യം വായിക്കാം, 8-ാം വാക്യം മുതൽ. നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്നു. നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്നു. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾക്ക് തോന്നിയ പോലെയെല്ലാം നടക്കുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. എന്നിട്ട് വന്നിട്ട് പിന്നെ വന്ന് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം ചെയ്തിട്ട്, മദ്യപിച്ചിട്ട്, തല്ലുപിടിച്ചിട്ട്, കലഹമുണ്ടാക്കിയിട്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി ഉണ്ടാക്കിയിട്ട് ദേവാലയത്തിലേക്ക് വന്ന് ഞങ്ങൾ ഭക്തന്മാരാണെന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരിമാരെ, നിങ്ങൾ വ്യാജവാക്കുകൾ ആശ്രയിക്കരുത്. നിങ്ങൾ ജീവനുള്ള ദൈവത്തെ കാണൂ. അടുത്ത വാക്യം കൂടെ വായിക്കാം. ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടത് തന്നെയോ എന്റെ നാം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവമക്കളെ, ദേവാലയം ദൈവത്തിനുള്ളതാണ്. ദൈവമാണ് ദേവാലയം. ദേവാലയം മ്ലേച്ഛതയ്ക്കുള്ളതല്ല. ഈ ബോധ്യം പോലെ ജീവിച്ചിട്ട്, തോന്നിയ പോലെ നടന്നിട്ട്, ഭവനത്തിൽ കലഹമുണ്ടാക്കിയിട്ട്, ഏത് ലഹരിയിലെ പുറകെ നടന്നിട്ട് ദേവാലയത്തിലേക്ക് വന്നിട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായ ഒരു ക്രൈസ്തവനാകാനല്ല എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത്. എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത് ഒരു വിശുദ്ധനാകാൻ വേണ്ടിയിട്ടാണ്. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെനിക്കുണ്ട്. ദൈവം എനിക്ക് അനുകൂലമാണ്, എനിക്കറിയാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്നെനിക്കറിയാം. ഒരു കാലത്ത് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാനൊരു ക്രൈസ്തവ സഭയിലെ അംഗമാണെന്നുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയാൻ എനിക്കിന്നും അഭിമാനമാണ്. ഇന്ന് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായി എനിക്കൊരു ബന്ധമുണ്ട്. ക്രിസ്തുവുമായി എനിക്കൊരു ബന്ധമുണ്ട്. അവൻ ഈ ചങ്കിനുള്ളിലുണ്ട്, അവൻ ഈ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് അവൻ എൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് അവൻ എൻ്റെ ഉടയവനാണ്. ഇന്ന് അവൻ എൻ്റെ നാഥനാണ്. ഇന്ന് അവൻ എൻ്റെ രക്ഷകനാണ്. ഇന്ന് അവൻ എൻ്റെ പാലകനാണ്. ഇന്ന് അവൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നവനാണ്. ഒരു കാലത്ത് ഒരു സഭയുടെ പേരിൽ ഞാൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കർത്താവായ യേശുവുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ആ ബന്ധമാണ് ഇന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവുമായി ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് വരിക. നിങ്ങളുടെ ഭവനങ്ങൾ പ്രാർത്ഥനാലയങ്ങളാകട്ടെ. നിങ്ങളുടെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഭർത്താവിൻ്റെ മദ്യപാനത്തെ ഭാര്യയുടെ വാക്കുകൊണ്ട് തീർത്താൽ തോൽക്കുകയില്ല. എന്നാൽ ഭാര്യ കർത്താവിൻ്റെ മുമ്പ് ആശ്രയിച്ചാൽ അവൾക്ക് ഭർത്താവിൻ്റെ മദ്യപാനത്തെ മാറ്റിയെടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാനും മാറി വന്നിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഇന്ന് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ഇന്ന് എനിക്ക് അനുകൂലമാണ്. എനിക്കറിയാം ഒരു കാലത്ത് ഞാൻ പാപിയായിരുന്നു. എന്നാൽ ഇന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഞാൻ പാപം ക്ഷമിച്ചു കിട്ടിയ ഒരു മനുഷ്യനാണ്. ഞാൻ നീതിമാനായി എന്നല്ല, കൃപയാൽ എൻ്റെ പാപത്തിന് പരിഹാരം കിട്ടി. നിങ്ങൾക്കാർക്കെല്ലാം പാപപരിഹാരത്തിന് മോഹമുണ്ട്. നിങ്ങൾക്കാർക്കെല്ലാം ജീവിതത്തിൽ കഴുകലിന് ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിന് ആർക്കെല്ലാം ആഗ്രഹമുണ്ട്. സഭയൊന്നും മാറണ്ട. നിങ്ങൾ നിൽക്കുന്ന സഭയിൽ നിൽക്കുക. നിങ്ങൾ നിൽക്കുന്ന ഇടവയിൽ തന്നെ നിൽക്കുക. പക്ഷേ ഒറ്റ കാര്യം മാത്രം, ദൈവമക്കളെ, വ്യാജഭക്തിയെ വിടുക. വ്യർത്ഥമായ ഭക്തിയെ വിടുക. ഏത് തോന്നിവാസം ചെയ്തിട്ട് എങ്ങനെയും ജീവിച്ചിട്ട് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ആ ദൈവം കേൾക്കുമെന്നുള്ളതായ ആ ബോധ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. നിങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് ക്രിസ്തുവിനെ വിളിക്കുക. ക്രിസ്തു നമ്മുടെ അരികത്തുണ്ട്.
കർത്താവായ യേശു നമ്മുടെ അരികത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ നമുക്ക് അനുകൂലമാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻ്റെ ശുശ്രൂഷ അവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ എന്തിനു സംശയിക്കണം? പ്രിയപ്പെട്ടവരെ, ജീവിതം ക്രിസ്തുവിന് കൊടുക്കാൻ എന്തിനു സംശയിക്കണം? ജീവിതം കൈമാറാൻ എന്തിനു സംശയിക്കണം? എന്തിനു നശിക്കണം? പ്രിയപ്പെട്ടവരെ, എന്തിനു കലഹിക്കണം? എന്തിനു പിണങ്ങണം? എന്തിനു വഴക്കുണ്ടാക്കണം? എന്തിനു പോരടിക്കണം? ഹല്ലേലൂയ. ദൈവമക്കളെ, വിവാഹം പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരുണ്ടോ? എൻ്റെ ഭർത്താവ് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഭാര്യമാരുണ്ടോ? മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മക്കൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തല ഒരു നിമിഷം നിങ്ങൾ വണക്കുക. നിങ്ങൾക്കൊരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. അതൊരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതിനാണ് കർത്താവായ യേശു കാൽവരിയിൽ 2000 കൊല്ലം മുമ്പ് മരിച്ചത്. സഹോദര, നിന്റെ ആത്മാവിന് വേണ്ടിയാണ്. നിന്റെ പങ്കാളി സ്വർഗത്തിൽ പോകാൻ, നിന്റെ മക്കൾ സ്വർഗത്തിൽ പോകാൻ, നിനക്ക് നന്മയുണ്ടാകാൻ, നിനക്ക് അനുഗ്രഹം ഉണ്ടാകാൻ, നിന്റെ കുടുംബത്തിൽ നിന്ന് ശാപം മാറാൻ, നിനക്ക് സമൃദ്ധി ഉണ്ടാകുവാൻ, നിന്റെ പ്രാർത്ഥനകൾക്ക് നിന്റെ മുമ്പിൽ വഴികൾ തുറക്കാൻ നിനക്ക് വേണ്ടി യേശു കാൽവരിയിൽ തകർക്കപ്പെട്ട് കിടക്കുന്നു. ആ നസ്രായൻ്റെ മുഖത്തേക്ക് നിനക്കൊന്ന് നോക്കാവോ? ആ യേശുവിൻ്റെ മുഖത്തേക്ക് നിനക്കൊന്ന് നോക്കാവോ? എന്നിട്ട് നിനക്കൊന്ന് പറയാവോ, യേശുവേ ഈ ചങ്കിലേക്കൊന്ന് കടന്നു വരണമേ. നസ്രായനായ യേശുവേ ഈ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ. ഈ നസ്രായനായ യേശുവേ എൻ്റെ ചങ്കിനുള്ളിലേക്ക് ഒന്ന് കടന്നു വരണമേ. അത് മതി പ്രിയപ്പെട്ടവരെ, അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ആരെല്ലാം പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, കർത്താവായ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കാണുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അവരത് മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തുക. കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ, എൻ്റെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നിന്റെ സന്തതിയാകാരെ മറക്കുകയില്ല, നിന്റെ മക്കൾ അനുഗ്രഹീതരായി പോവുകയില്ല. നിന്റെ സന്തതി പരമ്പരമേൽ ദൈവത്തിൻ്റെ കൃപയൊഴുകും. തിരക്തം നിന്നെ ശുദ്ധീകരിക്കും. നിന്നെ മാറാ രോഗങ്ങൾ മാറും പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ മഹാപാപങ്ങൾ ക്ഷമിച്ചു കിട്ടും പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞകാല ശാപങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കും. നമുക്ക് യേശുവിൻ്റെ മക്കളാകാം. നമുക്ക് യേശുവിന് വേണ്ടി ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.